ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നോർത്ത് കേരള സെക്ഷൻ്റെ ശാബത്ത് സ്കൂൾ പാഠപഠനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നാം ഈ ക്വാർട്ടറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വൻ വിവാദം എന്ന പാഠമാണ്. നമുക്കിന്ന് പഠിക്കുവാനുള്ളത് 12ാമത്തെ പാഠമാണ്. ഈ പാഠത്തിൻ്റെ തലക്കെട്ട് ഭൂമിയിലെ അവസാന സംഭവങ്ങൾ. ഇതിന് മനഃപ്പാഠവാക്യമായി കൊടുത്തിരിക്കുന്നത് സദൃശവാക്യങ്ങൾ 23:23. നീ സത്യം വിൽക്കയല്ല വാങ്ങുകയത്രേ വേണ്ടത്, ജ്ഞാനവും പ്രബോധനവും വിവേകവും അങ്ങനെ തന്നെ. ഇവിടെ ഒരു ഉപമ പറഞ്ഞിരിക്കുന്നു. അതായത് ഒരു കൗമാരക്കാരിയായ ഒരു യുവതി തൻ്റെ കോളേജ് പഠനം കഴിഞ്ഞ് വേനലവധിക്ക് ഭവനത്തിലേക്ക് വരികയാണ്. ഒറ്റയ്ക്ക് കാർ ഓടിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് അമ്മ ഭവനത്തിലിരുന്നു കൊണ്ട് കാലാവസ്ഥ നിരീക്ഷിച്ചു. കാലാവസ്ഥ പ്രവചനം നോക്കിയപ്പോൾ കൊടുങ്കാറ്റ് വരാനുള്ള, മഴയും പേമാരിയും കൊടുങ്കാറ്റും എല്ലാം വരാനുള്ള സാധ്യതയുള്ളതായിട്ട് അതിൽ പറഞ്ഞു. അപ്പോൾ ഈ അമ്മയ്ക്ക് വേവലാതിയായി. അമ്മ എന്ത് ചെയ്തു? മകളെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മഴ പെയ്യാൻ തുടങ്ങി. മഴ കൂടുതൽ ശക്തമായി, കൊടുങ്കാറ്റടിക്കുവാൻ തുടങ്ങി. അങ്ങനെ കൊടുങ്കാറ്റടിച്ച് അവർക്ക് വരേണ്ടിയിരുന്ന ആ പ്രധാന വഴിയിൽ മരങ്ങളെല്ലാം വീണ് അവിടെ ചില്ലകളാൽ ആ വഴി ഗതാഗത യോഗ്യമല്ലാതായി തീർന്നു. ഉടനെ തന്നെ ഇവരുടെ അയൽക്കാരൻ പറഞ്ഞു, ഈ വഴിയല്ലെങ്കിൽ മറ്റൊരു വഴിയുണ്ട്, ആ വഴിയിലും ഇതുപോലെ മരങ്ങളൊക്കെ വീണിട്ടുണ്ടെങ്കിലും അതിൻ്റെ വശത്തുകൂടി അവൾക്ക് വരാൻ സാധിക്കും. അപ്പോൾ ഉടനെ തന്നെ അമ്മ അത് മനസ്സിലാക്കുകയും അമ്മയ്ക്ക് മകളെ വിളിക്കാൻ ശ്രമിച്ചു, പക്ഷേ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ മകൾക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് അമ്മ അയക്കുകയാണ്. ഇങ്ങനെ വഴി ദുർഘടമാണ്, അവിടെ മരങ്ങൾ വീണ് ഗതാഗത യോഗ്യമല്ല, എന്നാൽ നീ മറ്റൊരു വഴി, അവിടെ മരങ്ങൾ വീണിട്ടുണ്ടെങ്കിലും വശത്തുകൂടി വരുവാൻ സാധിക്കുമെന്ന് പറഞ്ഞുള്ളൊരു ടെക്സ്റ്റ് മെസ്സേജ് അമ്മയ്ക്ക് അയക്കുവാൻ സാധിച്ചു. മകളത് കാണുകയും അങ്ങനെ ആ മറ്റേ വഴിയിൽ കൂടി മകള് വരികയും അങ്ങനെ ആ ഭവനത്തിൽ ആ കൗമാരക്കാരിയായ ആ കോളേജ് വിദ്യാർത്ഥി എത്തിച്ചേരുകയും ചെയ്തു. ആ അമ്മയുടെ കൈകളിലേക്ക് ആ മകൾ എത്തുകയും അവർ പരസ്പരം പുണരുകയും ചെയ്തു. അപ്പോൾ ആ ഭവനത്തിൽ എത്തുവാൻ പല വഴികളുണ്ടായിരുന്നു. ഒരു മാർഗം തടസ്സം സൃഷ്ടിച്ചപ്പോൾ മറ്റൊരു വഴിയായി ആ ഭവനത്തിലേക്ക് എത്തുവാൻ സാധിച്ചു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ സ്വർഗീയ കർത്താവ്, നമ്മുടെ യേശു ക്രിസ്തു നമ്മെ തൻ്റെ ഭവനത്തിലേക്ക് ചേർക്കുവാൻ വേണ്ടി വഴികളൊരുക്കും. ചിലപ്പോൾ ഇതുപോലെ കൊടുങ്കാറ്റുകളുണ്ടാവാം, പേമാരി ഉണ്ടാകാം, പല തടസ്സങ്ങളുണ്ടാവാം. നാം പോകാമെന്ന് പ്രതീക്ഷിച്ച വഴിയിൽ കൂടി ചിലപ്പോൾ നമുക്കൊരിക്കലും പോകുവാൻ സാധിച്ചെന്ന് വരികയില്ല. എന്നാൽ നാം ഈ കാലാവസ്ഥ പ്രവചനം പോലെ ആ പ്രവചനങ്ങൾ നാം മനസ്സിലാക്കുകയാണെങ്കിൽ ഇതാ പേമാരി വരാൻ സാധ്യതയുണ്ട്, കൊടുങ്കാറ്റ് വരാൻ സാധ്യതയുണ്ട്, ഈ വഴികൾ അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അതിന് പകരം മറ്റൊരു വഴി ഉണ്ട് എന്നൊക്കെ ഈ പ്രവചനം മനസ്സിലാക്കിയപ്പോൾ അവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ഒരുങ്ങുവാനും മറ്റേ വഴിയിൽ കൂടി ഭവനത്തിൽ എത്തിച്ചേരുവാനും ഇടയായി തീർന്നു. അതുപോലെ നാമും ഈ ലോകത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഈ പ്രവചനം നാം പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും ദുർഘടങ്ങളെ മാറ്റി കൊടുങ്കാറ്റുകളെ തരണം ചെയ്തുകൊണ്ട് നമുക്കും ഭവനത്തിലെത്തുവാൻ സാധിക്കും. കാരണം സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരു കർത്താവ് കാത്തിരിപ്പുണ്ട്. നമുക്ക് വേണ്ടി ഇപ്പോഴും പക്ഷപാതം ചെയ്തു, നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ ജീവിച്ചു, നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ മരിച്ചു, നമുക്ക് വേണ്ടി സ്വർഗാരോഹണം ചെയ്തു, നമുക്ക് വേണ്ടി ഇപ്പോഴും അവിടെ ശുശ്രൂഷ, അതായത് നമുക്ക് വേണ്ടി പാപപരിഹാരത്തിനായിട്ട് അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ, അതിപരിശുദ്ധ സ്ഥലത്ത് പരിശോധന, ന്യായവിധി നടക്കുമ്പോൾ നമുക്ക് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കർത്താവ്. അതെല്ലാം ചെയ്യുന്നത് നമ്മെ ആ സ്വർഗീയ ഭവനത്തിലേക്ക് അണയ്ക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ആഴ്ചയിൽ പഠിക്കുന്നത്. നമ്മൾ ഇന്ന് ഈ ആഴ്ചയിലെ പാഠത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അവസാന സംഭവകാല സംഭവങ്ങളെക്കുറിച്ച് പ്രവാചക
വചനം എന്താണ് പറയുന്നതെന്ന് വെളിപ്പെടുത്തുകയും ഭൂമിയിലെ അന്തിമ സംഘട്ടനത്തിലൂടെ നമ്മെ കൊണ്ടുപോകാനും നമ്മെ സ്വർഗീയ ഭവനത്തിലേക്ക് കൊണ്ടുപോകുവാനുള്ള ക്രിസ്തുവിൻ്റെ പുതിയ ശക്തി കണ്ടെത്തുക എന്നതാണ്. നാം ഈ ആഴ്ചയിൽ പഠിക്കുന്നത് വൻ പോരാട്ടം എന്ന പുസ്തകത്തിൻ്റെ 37ഉം 38ഉം അധ്യായങ്ങളെ ആസ്പദമാക്കിയാണ്. നമുക്ക് ഇനി ഞായറാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. ഞായറാഴ്ചത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് ദൈവത്തോടും അവൻ്റെ വചനത്തോടുമുള്ള വിശ്വസ്തത. ഇവിടെ നമുക്ക് തിരുവചനം അറിയാമെങ്കിൽ, തിരുവചനം നമ്മുടെ ഉള്ളിലാക്കിയിട്ടുണ്ടെങ്കിൽ ഉള്ള ഗുണങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു. ഇവിടെ കുറച്ച് വാക്യങ്ങൾ കൊടുത്തിരിക്കുന്നു. സദൃശവാക്യങ്ങൾ 23:23 അവിടെ നാം സത്യം വാങ്ങുക എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ യോഹന്നാൻ 8:32 പറഞ്ഞിരിക്കുന്നു, സത്യം നമ്മെ സ്വതന്ത്രരാക്കും. യോഹന്നാൻ 17:17 പറയുന്നു, സത്യത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ. ഇവിടെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 44-ാം വാക്യത്തിൽ പറയുന്നു, സാത്താൻ ഭോഷ്ക് പറയുന്നവനും അവൻ്റെ അപ്പനുമാകുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് എന്നുള്ള ആ സൃഷ്ടിതാവിനെ എതിർത്ത് നിൽക്കുന്ന ഒരു ശക്തി, അതായത് ശരി എന്നുള്ളതിന് ഒരു തെറ്റാണ് സാത്താൻ എന്ന് പറയുന്നത്. ശരി എന്ന് പറയുന്നത് കർത്താവും, തെറ്റെന്ന് പറയുന്നത് സാത്താനും. അതുപോലെ തന്നെ സൃഷ്ടിതാവ് എന്ന് പറയുന്നത് ദൈവവും, അതിനെ നശിപ്പിക്കുന്നവൻ, അതിനെതിരെ സൃഷ്ടിതാവിനെതിരെ നിൽക്കുന്നവൻ സാത്താനുമാകുന്നു. അപ്പോൾ ദൈവമാണ് സൃഷ്ടിതാവ്, എന്നാൽ മറു സൈഡിൽ ലൂസിഫർ അഥവാ സാത്താൻ. അതിൻ്റെ അവകാശം, ആ ആരാധന, സൃഷ്ടിതാവിനെയാണ് നാം ആരാധിക്കേണ്ടത്. എന്നാൽ ആ ആരാധന പിടിച്ചു വാങ്ങുന്ന, ആ ആരാധനയ്ക്ക് നമ്മെ നയിക്കുവാൻ ഉള്ള തടസ്സമായി നിൽക്കുന്നത് സാത്താനാണ്. ഇവിടെ കുറേ വാക്യങ്ങൾ കൊടുത്തിരിക്കുന്നു. യോഹന്നാൻ 6:14 പറഞ്ഞിരിക്കുന്നു, യേശു അവനോട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ 119:105 നമുക്ക് എല്ലാവർക്കും അറിയാം, നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അതുപോലെ തന്നെ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നു, നിൻ്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു, അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു. സങ്കീർത്തനം 119:160 നിൻ്റെ വചനത്തിൻ്റെ സാരം സത്യം തന്നെ. അപ്പോൾ വചനം സത്യമാണ്, ദൈവം സത്യമുള്ളതാണ്. എന്നാൽ ഭോഷ്ക് പറയുന്നത് സാത്താൻ, അവൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനും ആകുന്നുവെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. നമുക്കൊരു വാക്യം വായിക്കാം. 2 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 21 വരെയുള്ള വാക്യം. ഞങ്ങൾ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായിട്ട് തീർന്നിട്ടത്രേ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിങ്കിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. ഞങ്ങൾ അവനോടുകൂടി വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഈ ശബ്ദമുണ്ടായത് കേട്ടു. പ്രവാചകവാക്യം അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. തിരുവെഴുത്തുകളിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മനിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല. പ്രവചനം എപ്പോഴും നമുക്ക് ഗുണം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇവിടെ നമുക്ക് പ്രവചനം പഠിക്കുന്നത് വഴിയുള്ള ചില ഗുണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവചനം നാം പഠിക്കുമ്പോൾ അത് സത്യത്തെ തെറ്റിൽ നിന്ന് വേർതിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്നു. അതുപോലെ തന്നെ വാക്യങ്ങൾ സാത്താൻ്റെ വഞ്ചനകളെ വെളിപ്പെടുത്തും. ഇതിനകത്തുള്ള പ്രവചനത്തിലുള്ള വാക്യങ്ങൾ സാത്താൻ്റെ വഞ്ചനകളെ വെളിപ്പെടുത്തുന്നു. അടുത്ത് എതിർ ക്രിസ്തു തൻ്റെ വിസ്മയകരമായ പ്രവൃത്തികൾ നമ്മുടെ ദൃഷ്ടിയിൽ കാണിച്ചു തരും. ഇത് തൻ്റെ എതിർ ക്രിസ്തു ഭയങ്കര വിസ്മയങ്ങളൊക്കെ കാണിക്കുമ്പോൾ അത് എതിർ ക്രിസ്തുവാണ്, അത് ശരിക്കുള്ള ക്രിസ്തു അല്ല എന്നുള്ളത് നമുക്ക് ഈ പ്രവചനം നമുക്ക് കാണിച്ചു തരും.
അതുപോലെ തന്നെ സത്യത്തോട് സാമ്യമുള്ള കള്ളനാണയങ്ങൾ വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെ അല്ലാതെ വേർതിരിച്ച് അറിയുവാൻ സാധിക്കുകയില്ല. ഈ വിശുദ്ധ ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിക്കുക വഴി മാത്രമേ നമുക്ക് ഈ കള്ളനാണയങ്ങളെ തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. തിരുവെഴുത്തുകളിലെ സത്യങ്ങൾ കൊണ്ട് മനസ്സിനെ ഉറപ്പിച്ചവർക്ക് മാത്രമേ അവസാന വൻ പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. നാം ഒരു നിമിഷം ചിന്തിക്കുക, നമ്മുടെ വചനമാകുന്ന പാറവേൽ നമ്മുടെ കാലുകൾ, നമ്മുടെ പാദങ്ങൾ നാം ഉറപ്പിച്ചിട്ടുണ്ടോ? ആ വചനമാകുന്ന പാറമേൽ നമ്മുടെ പാദങ്ങൾ ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും വഴുതി വീഴാൻ സാധ്യതയുണ്ട്. ആ വീഴ്ചയിൽ സാത്താൻ നമ്മെ കീഴ്പ്പെടുത്തുകയും ചെയ്യും. ദൈവകൽപ്പനകളുടെയും യേശുവിലുള്ള വിശ്വാസത്തിൻ്റെയും സംരക്ഷണത്തിൽ ഉറച്ചു നിൽപ്പാൻ നിങ്ങൾ തയ്യാറാണോ? ദൈവകൽപ്പന നമ്മൾ കാക്കണം. അതുപോലെ തന്നെ യേശുവിലുള്ള വിശ്വാസം, മലയാളത്തിൽ യേശുവിലുള്ള വിശ്വാസം എന്നാണ് കൊടുത്തിരിക്കുന്നത്, എന്നാൽ ഇംഗ്ലീഷിൽ ദ ഫെയ്ത്ത് ഓഫ് ജീസസ് എന്നാണ്. ആ യേശുവിൻ്റെ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ആ വിശ്വാസം നമുക്ക് സാധാരണയുള്ള വഴുതിപ്പോകുന്ന ഉറപ്പില്ലാത്ത വിശ്വാസമല്ല, എന്നാൽ യേശുവിൻ്റെ ആ ഉറച്ച വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അവസാന നാളുകളിൽ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ മുകളിൽ നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾ അന്തിമ പ്രതിസന്ധിയിൽ തളരാതെ നിൽക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് എന്താണ്? ഈ തിരുവെഴുത്തുകൾ തന്നെയാണ് അന്തിമ നാളുകളിൽ നമ്മെ ഉറച്ചു നിൽക്കുവാൻ പ്രാപ്തനാക്കുന്നത്. ദൈവവചനം പഠിക്കുന്നതിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കുന്നത് എന്താണ്? വ്യതിചലിപ്പിക്കുന്നത് തീർച്ചയായും സാത്താനാണ്. വ്യക്തിപരമായ സന്തോഷത്തിനായി സത്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടതുണ്ടോ? ഒരിക്കലുമില്ല. വ്യക്തിപരമായ സന്തോഷത്തിനായി നമുക്ക് സത്യത്തിന് വിട്ടുവീഴ്ച ചെയ്യേണ്ട ആവശ്യമില്ല. സത്യത്തിന് വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ നമുക്ക് വ്യക്തിപരമായ സന്തോഷങ്ങളിൽ ഏർപ്പെടുവാൻ സാധിക്കും. അതിനായി ദൈവം നമ്മൾ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് തിങ്കളാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. തിങ്കളാഴ്ചത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് സ്വർഗത്തിന് വേണ്ടി മുദ്രയിട്ടിരിക്കുന്നു. ഇവിടെ മുദ്രയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ മുദ്രയും മൃഗത്തിൻ്റെ മുദ്രയും. നമുക്കറിയാം, ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്നവർ ഒരിക്കലും സാത്താൻ്റെ ഹിതത്തിന് വഴങ്ങുകയില്ല. ഇവിടെ നമ്മൾ മുദ്രയെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ, മുദ്ര എന്നത് ഒരു ഔദ്യോഗിക രേഖയുടെ ആധികാരിക മുദ്രകൾ, അതായത് ആരെങ്കിലും ഒരു ഔദ്യോഗികമായിട്ട് എന്തെങ്കിലും ഒരു സാക്ഷ്യപ്പെടുത്തണമെങ്കിൽ അതിനൊരു തെളിവായിട്ടാണ് ഈ മുദ്രകൾ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, നാം ഓഫീസിലൊക്കെ ഇപ്പോൾ നോർത്ത് കേരള സെക്ഷന് തന്നെ ഒരു സീലുണ്ട്, ഒരു മുദ്രയുണ്ട്. അതിൽ പല പല കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഒരു ഔദ്യോഗികമായുള്ള ഒരു ഉറപ്പ് കൊടുക്കുന്നതാണ് ഈ മുദ്ര. ആ മുദ്ര വളരെ നീണ്ട എഴുത്തുകളോ അങ്ങനെ ഒന്നുമില്ല. അതൊരു ചിഹ്നം കാണും, അത് അതിൻ്റെ അധികാര പരിധി കാണും, ആരാണോ അതിൻ്റെ അധികാരി അത് കാണും. അങ്ങനെയാണ് അത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഈ വ്യത്യസ്തമായ അടയാളങ്ങളായിരിക്കും. പല ഓഫീസിനും പല പല അടയാളങ്ങളായിരിക്കും. ഈ മുദ്ര അതിന് പ്രധാനമായിട്ട് നാം നോക്കുമ്പോൾ ആ മുദ്രയ്ക്ക് 3 ഘടകങ്ങൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം അതിൻ്റെ ഒന്നാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ ആ മുദ്ര ആരുടേതാണ് എന്നാണ് അതിൻ്റെ ഒരു ഘടകം. അതായത് ഇവിടെ നമ്മുടെ പുറപ്പാട് 20-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 11 വരെ വായിക്കുമ്പോൾ അതിനകത്ത് അത് വ്യക്തമായിട്ട് നമ്മൾക്ക് വായിക്കുവാൻ സാധിക്കും. ആ മുദ്ര ആരുടേതാണ് എന്നുള്ളത് നിൻ്റെ ദൈവമായ യഹോവ, ദൈവമായ യഹോവയുടേതാണ് ആ മുദ്ര എന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. നമുക്കത് എടുക്കാം. പുറപ്പാട് 20-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ അതിനകത്ത് ആരുടെയാണ്? ശബദാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ മുദ്രയായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആരുടേതെന്നുള്ളതിൻ്റെ ഉത്തരം നമുക്ക് അവിടെ കിട്ടും. നിൻ്റെ ദൈവമായ യഹോവയുടെ ശബത്ത്, അതായത് 10-ാം വാക്യത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് അവൻ്റെ പദവി, അതായത് ഉണ്ടാക്കിയൻ അല്ലെങ്കിൽ സ്രഷ്ടാവ്, ആരാണ് ഇത് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കി എന്നിവിടെ.
11-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അതാണ് ആ പദവി. അടുത്ത് 3-ാമത്തെ ഘടകം പ്രദേശം. ഏത് പ്രദേശം, ഏതൊക്കെയാണ് അതിൻ്റെ അധികാര പരിധി എന്നുള്ളതാണ്. അധികാര പരിധി നാം നോക്കുമ്പോൾ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതെല്ലാം എന്നെഴുതിയിരിക്കുന്നു. അത് നമുക്ക് 11-ാം വാക്യം 2-ാം ഭാഗത്തിൽ കാണാം. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി എന്ന് പറയും. അപ്പോൾ അവയിലുള്ളതെല്ലാം ഉണ്ടാക്കിയതാണ്, അതാണ് ആ അധികാര പരിധി എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഘടകങ്ങളെ, ഒരു മുദ്രയുടെ എല്ലാ ലക്ഷണങ്ങളും ഈ ശബദ് എന്ന മുദ്ര അവിടെ കവർ ചെയ്യുന്നുണ്ട്, അത് ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അത് ഒരു തെളിവായിട്ട് നാം എടുക്കുകയാണ്. അപ്പോൾ വേദപുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ ചിലയിടത്ത് ഈ മുദ്രയ്ക്ക് അടയാളമെന്നും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു വാക്യം വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. വീണ്ടെടുപ്പ് നാളിനായി നമ്മെ മുദ്രയിട്ടിരിക്കുന്നു എന്നിവിടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിക്കാനാലല്ലോ കാരണം നാം ദൈവത്താൽ മുദ്രയിടപ്പെടേണ്ടവരാണ് എന്ന് വചനം സൂചിപ്പിക്കുന്നു. വേറൊരു വാക്യം വായിക്കാം. യെശയ്യാവ് 8:16. സാക്ഷ്യം പൊതിഞ്ഞു കെട്ടുക, എൻ്റെ ശിഷ്യന്മാരുടെ ഇടയിൽ ഉപദേശം മുദ്രയിട്ട് വയ്ക്കുക. ഉപദേശം മുദ്രയിടുന്നതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ മുദ്ര ഉപദേശത്തിലുമുണ്ട്, നമ്മുടെ മേലും ഉപദേശം. അപ്പം ദൈവത്തിൻ്റെ മുദ്രയിട്ട ഉപദേശം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു അടയാളം തന്നെയാണ്. നമുക്ക് ഇവിടെ കുറച്ച് വാക്യങ്ങൾ താരതമ്യം ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അതായത് വെളിപ്പാട് 7-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യം, അതിൽ 4 ദൂതന്മാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 4 ദൂതന്മാർ 4 കാറ്റും പിടിച്ചുകൊണ്ടിരിക്കുന്ന നാശം വരുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ്. ആ കാറ്റിനെ വിട്ട് കഴിഞ്ഞാൽ ഉടനെ നാശം വരും. പക്ഷേ ഈ 4 ദൂതന്മാർ ഈ 4 കാറ്റിനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അവസ്ഥ. അതുപോലെ തന്നെ വെളിപ്പാട് 14:1 പറഞ്ഞിരിക്കുന്ന അവിടെ 144,000 പേര് വിശുദ്ധന്മാർ, അവർ തൻ്റെ അങ്കി വെളുപ്പിച്ചവർ, അതായത് 144,000 പേരെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ വെളിപ്പാട് 13-ാം അധ്യായം അതിൻ്റെ 16-ഉം 17-ഉം വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആകുന്നു. ഇവിടെ മൃഗത്തിൻ്റെ മുദ്രയുടെ പ്രത്യേകതയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 2 തരത്തിലുള്ള മുദ്ര നമ്മൾ കണ്ടു. ഒന്ന് ദൈവത്തിൻ്റെ മുദ്രയും ഒന്ന് സാത്താൻ്റെ മുദ്രയും, അതായത് അല്ലെങ്കിൽ മൃഗത്തിൻ്റെ മുദ്രയും. അപ്പോൾ ഈ ദൈവത്തിൻ്റെ മുദ്ര ലഭിക്കുന്നത് നെറ്റിയിലാണ്. കാരണം നെറ്റിയിൽ നമുക്കറിയാം നമ്മുടെ ചിന്താ മണ്ഡലങ്ങൾ. അപ്പോൾ നമ്മുടെ ചിന്തകളിൽ ആണ് ദൈവിക ചിന്തകളിൽ നമ്മുടെ ബുദ്ധിയിൽ, നമ്മുടെ ചിന്തയിൽ നാം ദൈവിക ചിന്തകളിലായിരിക്കുക. ദൈവത്തിന് വിരോധമായിട്ടൊന്നും ചെയ്യാതെ, ഒന്നും ചിന്തിക്കാതെ നാം ആയിരിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ മുദ്ര ഏറ്റുകഴിഞ്ഞാൽ നാം അങ്ങനെ മാത്രമേ ചിന്തിക്കുകയുള്ളൂ, ദൈവികമായി മാത്രമേ നാം ചിന്തിക്കുകയുള്ളൂ. എന്നാൽ മൃഗത്തിൻ്റെ അടയാളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നെറ്റിയിലാണ്. ചിലപ്പോൾ നെറ്റിയിലായിരിക്കും കിട്ടും, ചിലപ്പോൾ കൈമേലും കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ മൃഗത്തിൻ്റെ അടയാളം നെറ്റിയിലോ കൈമേലോ ലഭിക്കുന്നു. ഇത് ആളുകൾ ബുദ്ധിപരമായി ആ രീതിയിൽ തന്നെ ദുഷ്ടരീതിയിൽ അവർ ചിന്തിക്കുകയും അവർ പ്രവർത്തിക്കുകയും ചെയ്യും. ദുഷ്ടരീതിയിൽ അത് ചിന്തിക്കുകയും കൈകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ദൈവത്തെ അനുസരിക്കുന്നവരെ പിശാച് വെറുക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. നാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും
കാത്തുകൊള്ളുന്ന ആ ശേഷിപ്പിനെതിരെയാണ് മഹാസർപ്പം യുദ്ധം ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. കർത്താവിനോടുള്ള അനുദിന വിശ്വസ്തത അന്തിമ പ്രതിസന്ധി വരുമ്പോൾ അതിനായി തയ്യാറെടുക്കുന്നതിനോടുള്ള താക്കോൽ ആകുന്നത് എന്തുകൊണ്ട്? അപ്പോൾ നാം നോക്കുമ്പോൾ കർത്താവിനോട് നാം ഏറ്റവും വിശ്വസ്തമായിരിക്കുമ്പോൾ നമുക്ക് പ്രതിസന്ധി വരും. പക്ഷേ പ്രതിസന്ധി നേരിടുവാനുള്ള ശക്തിയും ദൈവം തരും, അത് തീർച്ചയാണ്. അപ്പോൾ വിശ്വസ്തമായിരുന്നാൽ ആ വിശ്വസ്തത തന്നെ നമുക്കൊരു താക്കോലായി മാറുകയും അങ്ങനെ നമുക്ക് ആ പ്രതിസന്ധി തരണം ചെയ്ത് അപ്പുറം കടക്കുവാൻ സാധിക്കുകയും ചെയ്യും. അതിനെ ദൈവം നമ്മൾ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ചൊവ്വാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. ചൊവ്വാഴ്ചത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് ആരെയാണ് നാം ആരാധിക്കേണ്ടത്? നമുക്കറിയാം, അന്ത്യനാളിൽ ആരാധനയെക്കുറിച്ചുള്ള പ്രശ്നമാണ് ഉടലെടുക്കുന്നത്. ആരാധനയെ ആസ്പദമാക്കിയുള്ള പ്രശ്നം, അതായത് സൃഷ്ടിതാവിനെ ആരാധിക്കണമോ അതോ സാത്താനെ, അതായത് മൃഗത്തെ ആരാധിക്കണമോ എന്നുള്ള പ്രശ്നം. നാം ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പണ്ട് ശദ്രക്, മേശക്, അബേദ്നെഗോയെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടി വരും. ആ സമയത്ത് അവർ ആ നാട്ടിലായിരിക്കുമ്പോൾ ആ നാടിൻ്റെ പേരായ ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന പേര് സ്വീകരിക്കുമ്പോഴും അവർ ആരാധനയെ വിട്ടുകളഞ്ഞിരുന്നില്ല. അവർ എപ്പോഴും സത്യദൈവത്തെ തന്നെയായിരുന്നു ആരാധിച്ചു പോകുന്നത്. അവർക്ക് ആദ്യം അവരുടെ ആഹാരത്തിൽ അവർ പരീക്ഷണം നടത്തി. അവർ ഭോജനം കഴിച്ചില്ല. അവർ അവരുടെ രീതി തന്നെ തുടർന്നു. അവർ ആരോഗ്യമുള്ളവരായി കണ്ടു. അത് കഴിഞ്ഞ് അവർ ഈ ആരാധനയുടെ കാര്യം വന്നപ്പോഴും അവർ സത്യദൈവത്തെ ആരാധിച്ചു. എന്നാൽ ചിലർക്കൊന്നും അത് ഇഷ്ടമായില്ല. അതുപോലെ തന്നെ രാജാവ് സ്വപ്നം കാണുകയും ആ സ്വപ്നത്തിൽ കണ്ട പ്രതിമ അത് മുഴുവൻ സ്വർണത്തിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഉണ്ടാക്കിയ ആ പ്രതിമയെ ആരാധിക്കുവാൻ വേണ്ടി കൽപ്പന പുറപ്പെടുവിക്കുന്നു. എന്നാൽ ഈ കൽപ്പന പുറപ്പെടുവിക്കുന്ന സമയം ശത്രുക്കൾക്കൊക്കെ സന്തോഷമാവുന്നു. അങ്ങനെ ഈ ബിംബം അവിടെ ദൂര മരുഭൂമിയിൽ അവർ സ്ഥാപിക്കുന്നു. ആ മരുഭൂമിയിൽ സ്ഥാപിക്കുന്ന ഈ ബിംബത്തെ എല്ലാവരും ആരാധിക്കണമെന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ ശദ്രക്, മേശക്, അബേദ്നെഗോ അവർ ആരാധിച്ചില്ല. ആരാധിക്കാതെ വന്ന സാഹചര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ അവരെ ആ എരിയുന്ന തീച്ചൂളയിൽ ഇടുന്നു. 7 ഇരട്ടി അതിൻ്റെ ചൂട് കൂട്ടി. ഇവരൊന്നും പേടിച്ചില്ല. കാരണം ഏതിൽ മാറ്റം വന്നാലും, ഞങ്ങളുടെ പേര് മാറിയാലും, ഞങ്ങൾ വസിക്കുന്ന സ്ഥലം മാറിയാലും, ഞങ്ങളുടെ ആഹാര രീതി മാറിയാലും, എന്ത് മാറിയാലും ആരാധനയിൽ അവർ ഒരു വിട്ടുവീഴ്ചയും കാണിച്ചില്ല. അവർ സത്യദൈവത്തെ തന്നെ ആരാധിക്കും. ഒരിക്കലും ഇതിൻ്റെ മുന്നിൽ കുമ്പിടുകയില്ല എന്നവർ പറയുകയുണ്ടായി. അങ്ങനെ 7 ഇരട്ടി ചൂട് കൂട്ടിയ ആ തീച്ചൂളയിലേക്ക് ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നിവരെ ഇടുന്നു. ആ ഇട്ട ആൾക്കാർ വരെ മരിച്ചു വീഴുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവിടെ അവർ ആ തീയിൽ കൂടി നടക്കുകയാണ്. അതൊരു സാക്ഷ്യമായിരുന്നു. ഒപ്പം 4 പേര് അവിടെ നടക്കുന്നുണ്ടായത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അങ്ങനെ ആ 3 പേര് അവിടെ നടന്നു. 4-മത്തെ ആളായ യേശു ക്രിസ്തുവും അവർ എല്ലാവരുടെ മുമ്പിൽ സാക്ഷികളാവുകയും ചെയ്തു. ഇതുപോലെയാണ് നാം അന്ത്യകാലത്തായിരിക്കേണ്ടത്. ഇതുപോലെ നമുക്ക് പ്രതിസന്ധികൾ വരും. കാരണം നാം COVID-19 സമയത്ത് കണ്ടതാണ് എത്ര പെട്ടെന്നാണ് ഓരോ മാറ്റങ്ങൾ. കൊറോണയുടെ സമയത്ത് എന്തെല്ലാം നിയമങ്ങൾ അവർ കൊണ്ടുപോകുന്നു, അതെല്ലാം മനുഷ്യർ പെട്ടെന്ന് തന്നെ അനുസരിക്കുകയുണ്ടായി. എല്ലാ വാർത്താ മാധ്യമങ്ങളിൽ കൂടിയും അവരിത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് പെട്ടെന്ന് നടപ്പിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ നിയമ നടപടികൾ അവർ സ്വീകരിക്കും ലംഘിക്കുന്നവർക്കെതിരെ. അത് ചെയ്യുമ്പോൾ ഈ സൺഡേ ലോ പെട്ടെന്ന് തന്നെ അവർ തീരുമാനിച്ചാൽ ഉടനെ തന്നെ അവർക്ക് വരുവാൻ സാധിക്കും. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മിൽ എത്ര പേർക്ക് അവിടെ പിടിച്ചു നിൽക്കുവാൻ സാധിക്കും? നമുക്കൊരു വാക്യം വായിക്കാം. വെളിപ്പാട് 13-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 17 വരെയുള്ള വാക്യം.
അത് മനുഷ്യർ കാണുക ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആക്കുന്നു. നാം കണ്ടു, ഈ മൃഗത്തിൻ്റെ മുദ്ര ഉള്ളവർക്ക് മാത്രമേ വാങ്ങുവാനോ വിൽക്കുവാനോ സാധിക്കുകയുള്ളൂ. അത് ഏത് രീതിയിലാണ് വരുന്നത് നമുക്കറിയില്ല. ചിലപ്പോൾ മുദ്രയുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് വാങ്ങുവാനും വിൽക്കുവാനും സാധിക്കാത്ത ആ ദിവസം മാത്രമേ നിങ്ങൾക്ക് വാങ്ങുവാനും വിൽക്കുവാനും കഴിയുള്ളൂ എന്നായിരിക്കും നിയമം വരുന്നത്. എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ മൃഗത്തിനെ കുറിച്ചാണ്. ഈ രണ്ടാമത്തെ മൃഗം ആദ്യത്തെ മൃഗം കൽപ്പന പുറപ്പെടുവിക്കുന്നു, എന്നാൽ അത് നടപ്പിലാക്കുവാൻ സഹായിക്കുന്നത് ഈ രണ്ടാമത്തെ മൃഗമായ USA ആയിരിക്കും. കാരണം അവർക്ക് സൈനിക ബലമുണ്ട്, സാമ്പത്തിക ബലമുണ്ട്. അതുകൊണ്ട് അവരും അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നു, മനുഷ്യരാശിയുടെ അഴിമതിയെക്കുറിച്ചും മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്ന തിന്മയെക്കുറിച്ചും ചിന്തിക്കുക. അന്ത്യകാല സംഭവങ്ങൾ എത്ര വേഗത്തിൽ സംഭവിക്കുമെന്ന് ഇത് കാണിക്കുന്നത് എന്തുകൊണ്ട്? കാരണം ഞൊടിയുടെ നേരം കൊണ്ട് നമുക്ക് അവിടെ നിയമങ്ങൾ മാറ്റിമറിക്കുവാൻ സാധിക്കും. അധികാരികൾ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തും സാധിക്കും എന്നുള്ള ഒരു അവസ്ഥയിലാണ് നാം ജീവിക്കുന്നത്. അതിപ്രധാനമായി നമ്മുടെ സ്വന്തം ഹൃദയങ്ങളെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് ഈ സങ്കടകരമായ സത്യം എന്താണ് പഠിപ്പിക്കുന്നത്? നമ്മുടെ സ്വന്തം ഹൃദയങ്ങളെ നാം സംരക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ഇതുപോലെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മുടെ ഹൃദയം മാറ്റാതെ, ആ ഹൃദയം ദൈവവചനത്തിലൂന്നിക്കൊണ്ട്, ദൈവത്തിൻ്റെ സത്യത്തിലൂന്നിക്കൊണ്ട്, ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരിക്കുവാൻ നാം വളരെയധികം ധൈര്യം കാണിക്കേണ്ടിയിരിക്കുന്നു. വളരെയധികം ഉറപ്പോടെ നാം ഇരിക്കേണ്ടത് ആവശ്യമാണെന്ന് നാം ഇതിൽ നിന്നൂടെ മനസ്സിലാക്കുന്നു. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ബുധനാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. ബുധനാഴ്ചത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് മുൻമഴയും പിന്മഴയും. നമുക്കൊരു വാക്യം വായിക്കാം. യോവേൽ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 24 വരെയുള്ള വാക്യം. ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക. യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. വയലിലെ മൃഗങ്ങളെ ഭയപ്പെടേണ്ട. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പച്ച വയ്ക്കുന്നു. വൃക്ഷം ഫലം കായ്ക്കുന്നു. അത്തിവൃക്ഷവും മുന്തിരിവള്ളിയും അനുഭവപുഷ്ടി നൽകുന്നു. സിയോൻ മക്കളെ, ഘോഷിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പീൻ. അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു. അവൻ മുൻപേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയും വർഷം പെയ്യിപ്പിച്ച് തരുന്നു. അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. ഇവിടെ ഒരു പ്രവചനമാണ്. ഇത് മുൻമഴയെക്കുറിച്ചുള്ള പ്രവചനമാണ്. എന്നാൽ ഈ മുൻമഴ ലഭിച്ചതെപ്പോഴാണ്? പെന്തക്കോസ്ത് നാളിൽ. അത് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 1 മുതൽ 4 വരെ അവിടെ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ അന്ത്യനാളിൽ കൊയ്ത്തിന് മുൻപ് ഒരു മഴ പെയ്യേണ്ടതുണ്ട്. ഈ മുൻമഴ പെയ്യുന്നത് വിത്ത് മുളയ്ക്കുവാനാണ്. ആ വിത്ത് മുളച്ചു കഴിഞ്ഞ് പിന്നെ കൊയ്ത്തിന് മുമ്പായിട്ട്, വിളവെടുപ്പിന് മുമ്പായിട്ട് ഒരു മഴ പെയ്യും. അതാണ് പിന്മഴ എന്ന് പറയുന്നത്. അപ്പോൾ നാം ഇവിടെ നോക്കുമ്പോൾ പെന്തക്കോസ്ത് നാളിൽ 3000 പേർ അവിടെ സ്നാനപ്പെടുകയാണ്, മാനസാന്തരപ്പെടുകയാണ്. അതുപോലെ പെന്തക്കോസ്ത് നാളിൽ 120 പേരാണ് അവിടെ കൂടിയിരുന്നത്. എന്നാലും അതിൻ്റെ ഫലശേഖരണം എന്ന് നാം ചിന്തിക്കുമ്പോൾ അത് അനേകമായിരുന്നു. അതുപോലെ തന്നെ വേറൊരു സ്ഥലത്ത്
അപ്പോസ്തല പ്രവൃത്തി 4:4 പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളം ആയി. വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. അങ്ങനെ ഈ പെന്തക്കോസ്ത് നാൾ കഴിഞ്ഞ് ഇവർ പോയിടത്തെല്ലാം തന്നെ വളരെയധികം ആത്മാക്കൾ ആളുകൾ വിശ്വസിക്കുകയും അനേകം പേർ സ്നാനപ്പെടുകയും ചെയ്തു. ഇവിടെ അപ്പോസ്തല പ്രവൃത്തി 6:7 പറഞ്ഞിരിക്കുന്ന പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നുവെന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യം. അങ്ങനെ യഹൂദ്യ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീക വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാവരും യഹൂദയിലും ഗലീലയിലും ശമരിയയിലും എല്ലാം ഈ സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീയ വർധന പ്രാപിക്കുവാനും ഇടയായിത്തീർന്നു. പൗലോസ് മെഡിറ്ററേനിയൻ പ്രദേശത്തെമ്പാടും ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഇവിടെ തെസ്സലോനിക്കയിൽ സുവിശേഷത്തെ എതിർത്ത ചില യഹൂദന്മാർ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. അതിപ്രകാരമാണ്: ഭൂലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെയും എത്തി എന്നവിടെ പറഞ്ഞിരിക്കുകയാണ്. അതായത് താരതമ്യേന കുറഞ്ഞ സമയത്തിലുള്ള ശിഷ്യന്മാർ അന്ന് അറിയപ്പെട്ട ലോകം മുഴുവനും എത്തി എന്നുള്ളതാണ്. സെക്കരിയാവ് 4:6, അതുപോലെ സെക്കരിയാവ് 10:11, ഹോശേയ 6:3, യാക്കോബ് 5:7-8 ഇതിലെല്ലാം പിന്മഴയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ചിലതിൽ പിന്മഴയും മുൻമഴയും കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ മുൻമഴയും പിന്മഴയും എന്നുള്ളത് സാധാരണ നമ്മളിവിടെ നോക്കുമ്പോൾ വിത്ത് മുളയ്ക്കുന്നത് എപ്പോഴാണ്? സാധാരണ മഴക്കാലം അല്ലേ, മഴ പെയ്യുമ്പോൾ. ഇനി ശരത്കാലം എന്ന് പറയുമ്പോൾ ഈ മഴക്കാലത്താണ് സാധാരണ ഈ വിത്ത് മുളയ്ക്കുക. അപ്പോൾ ഒരു മഴ പെയ്യും, ആ മഴ കഴിയുമ്പോൾ മുൻമഴ, മഴ പെയ്ത് കഴിയുമ്പോൾ വിത്തുകളെല്ലാം മുളയ്ക്കും. അതുപോലെ തന്നെ പിന്മഴ വസന്തകാലത്ത്. നാം നോക്കുമ്പോൾ പണ്ട്, അതായത് ഈ പെന്തക്കോസ്ത് നാളിൽ പാകിയ വിത്തുകൾ, അതിനുശേഷവും വിത്തുകൾ പാകി, അപ്പോൾ അന്ന് ആരംഭിച്ച ഈ പ്രക്രിയ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഈ വിത്തെല്ലാം പാകി അത് എല്ലാം മുളച്ച് അത് കൊയ്ത്തിന് പാകമായി എന്നറിയണമെങ്കിൽ ഒരു പിന്മഴയുടെ അനുഭവം ആവശ്യമാണ്. ഈ പിന്മഴ എന്നുദ്ദേശിക്കുന്നത് ആ സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ സുവിശേഷം എല്ലായിടത്തും എത്തി. അത് ഇപ്പോൾ ഒരു കടലിൽ എപ്രകാരം വെള്ളം ഇങ്ങനെ മണലിൻ്റെ പുറത്ത് മൂടിക്കിടക്കുന്നോ അതുപോലെ നമ്മുടെ ഭൂമിയിലെമ്പാടും ആത്മാവിൻ്റെ ഒരു മൂടൽ, അത് ഒരു ഭാഗത്തും ഒരു ഗ്യാപ്പില്ലാതെ. ചില മൊബൈൽക്കാരൊക്കെ പറയും മൊബൈൽ ടവർ, അതായത് അവരുടെ റേഞ്ച് ബ്ലാങ്കറ്റ് കവറേജ് എന്ന് പറഞ്ഞാൽ അവർ ഫുൾ ഒരു ഗ്യാപ്പും ഇല്ലാതെ കവർ ചെയ്തു. അപ്പം അതാണ് ഉദ്ദേശം. അപ്പോൾ ആ പെട്ടെന്ന് തന്നെ ഒരു ആത്മാവിൻ്റെ പ്രവർത്തനം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ടായി പെട്ടെന്ന് തന്നെ വചനം എല്ലായിടത്തും എത്തിച്ചേരുവാനിടയായിത്തീരും. അപ്പോൾ അതാണ് പിന്മഴയുടെ അനുഭവം. പിന്നെ കൊയ്ത്താണ്, പിന്നെ നമ്മൾ ന്യായവിധിയും യേശുവിൻ്റെ വരവുമായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ലക്ഷണങ്ങളും എല്ലാം മനസ്സിലാക്കി വയ്ക്കുക. അത് വളരെ പ്രയോജനം ചെയ്യും. അത് കൂടുതലായിട്ട് നമ്മൾ പ്രവചനം പഠിക്കേണ്ടതും ആവശ്യമാണ്. നമ്മൾ പഠിക്കുക. നമുക്ക് വ്യാഴാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. വ്യാഴാഴ്ചത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് അത്യുച്ചത്തിലുള്ള നിലവിളി. ഇവിടെ നമുക്ക് വാക്യം വായിക്കാം. വെളിപ്പാട് 18-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അത് കുറച്ച് നീണ്ട വാക്യമാണ്. നമുക്കതുകൊണ്ട് 9 മുതൽ 14 വരെ വായിക്കാം. അവിടെ ബാബിലോണിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവളോടുകൂടെ വേശ്യാസംഗം ചെയ്ത് പുളച്ചിരുന്ന ഭൂരാജാക്കന്മാർ അവളുടെ പീഡ നിമിത്തം ഭയപ്പെട്ട് ദൂരത്ത് നിന്ന് കൊണ്ടുവന്ന അവളുടെ ദഹനത്തിൻ്റെ പുക കാണുമ്പോൾ അവളെ ചൊല്ലി കരഞ്ഞും മാറത്തടിച്ചും കൊണ്ട്, അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോനെ,
ബലമേറിയ പട്ടണമേ, 1 മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നല്ലോ എന്ന് പറയും. ഭൂമിയിലെ വ്യാപാരികൾ പൊന്ന്, വെള്ളി, രത്നം, മുത്ത്, നേരിയ തുണി, ധൂമ്രവസ്ത്രം, പട്ട്, കടുഞ്ചുവപ്പ്, ചന്ദനത്തരങ്ങൾ, ആനക്കൊമ്പുകളുള്ള സകലവിധ സാമാനങ്ങൾ, വിലയേറിയ മരവും പിച്ചളയും ഇരുമ്പും മർമ്മരക്കല്ലും കൊണ്ടുള്ള ഓരോ സാമാനം, ലവംഗം, ഏലം, ധൂപവർഗം, മൂറ്, കുന്തുരുക്കം, വീഞ്ഞ്, എണ്ണ, നേരിയ മാവ്, കോതമ്പ്, കന്നുകാലി, ആട്, കുതിര, രഥം, മാനുഷദേഹം, മാനുഷപ്രാണൻ എന്നീ ചരക്ക് ഇനി ആരും വാങ്ങായികയാൽ അവളെ ചൊല്ലി കരഞ്ഞു ദുഃഖിക്കുന്നു. നീ കൊതിച്ച കായികനിയും നിന്നെ വിട്ടുപോയി. സ്വാദ് ഭോജനവും സ്വാദും ശോഭയും ഉള്ളതെല്ലാം നിനക്ക് ഇല്ലാതെയായി. നീ ഇനി അവയെ ഒരിക്കലും കാണുകയില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ ശോഭയോടുകൂടി, വളരെ അഹങ്കാരത്തോടുകൂടിയായിരുന്ന ബാബേൽ നഗരത്തെക്കുറിച്ചാണ്. അത് എന്തുമാത്രം, ഇപ്പം നമ്മൾ വായിച്ചത് തന്നെ, എന്തുമാത്രം കച്ചവട സാധനങ്ങൾ അവളുടെ രാജ്യത്ത് നിന്ന് ആൾക്കാർ കൊണ്ടുപോയി. അപ്പോൾ അതൊന്നും ഇല്ല, ഇനി അതിൻ്റെ കച്ചവടമൊന്നും ഇല്ല. അതെല്ലാം ഒരു നാശത്തിൻ്റെ വക്കിലെത്തിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ബാബിലോണിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ പ്രവചനമെല്ലാം സത്യമായിരിക്കുകയാണ്. അവിടെ കുറുക്കന്മാർ ഓരിയിടുന്ന ശബ്ദം മാത്രമേ അവിടെ നിന്ന് കേൾക്കാനുള്ളൂ. മൂങ്ങയുടെ മൂളലുകളും കുറുക്കൻ്റെ ഓരിയിടലുകളും മാത്രമുള്ള ആരും മനുഷ്യവാസമില്ലാത്ത ഒരു സ്ഥലമായി ഈ ബാബിലോൺ മാറി. ഇതുമാത്രം കച്ചവട സാധനങ്ങളുണ്ടായിരുന്നു. പ്രവചനം ഒരിക്കലും തെറ്റുകയില്ല. ഇവിടെ ആ ബാബിലോണിൻ്റെ നാശം അവിടെ കാണിച്ചിരിക്കുകയാണ്, അവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നാം നോക്കുമ്പോൾ അതുപോലെ തന്നെ ഹബക്കുക്ക് 2:14 അവിടെ നമ്മളെ പരിജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഹബക്കുക്ക് 2:14 പറഞ്ഞിരിക്കുന്നു, വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമിയിൽ യഹോവയുടെ മഹത്വത്തിൻ്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകും. അപ്പോൾ വെള്ളം എപ്രകാരം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ, അതുപോലെ തന്നെ ഭൂമി യഹോവയുടെ മഹത്വത്തിൻ്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകുന്ന ഒരു സമയമുണ്ട്. അതുപോലെ തന്നെ മത്തായി 24:14 പറഞ്ഞിരിക്കുന്നത്, ഈ സുവിശേഷം ലോകമെമ്പാടും എത്തുമ്പോൾ അപ്പോൾ അവസാനം വരുമെന്നാണ്. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഈ ഭൂമിയുടെ അവസാനം, അതായത് ആ പിന്മഴയുടെ അനുഭവം വരുമ്പോൾ എന്തൊക്കെ സംഭവവികാസങ്ങൾ നടക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നമുക്കിവിടെ ഒരു വാക്ക് കൊടുത്തിരിക്കും, എക്സോസിയ എന്ന് പറഞ്ഞ ഒരു ഗ്രീക്ക് പദമാണ് പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്ന അധികാരം അല്ലെങ്കിൽ ശക്തി എന്നാണ്. ഇത് കാണിക്കുന്നത് നരകത്തിന്മേൽ ഉള്ള, ക്രിസ്തുവിൻ്റെ നരകത്തിന്മേലുള്ള അധികാരത്തെയും വിജയത്തെയുമാണ് ഈ വാക്ക് സൂചിപ്പിക്കുന്നത്. ഈ വാക്ക് ശരിക്കും യേശു ഉപയോഗിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞിട്ടുള്ളത് മത്തായി 10:1 യേശു തൻ്റെ ശിഷ്യന്മാർക്ക് അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാൻ അവർക്ക് അധികാരം കൊടുത്ത സമയത്ത് ഈ വാക്ക് യേശു ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മത്തായി 28:18-19 സമയത്തും യേശു ഈ വാക്കാണ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരങ്ങളോടും കൂടിയായി നിങ്ങളെ അയക്കുന്നു. അതായത് ഇനി പല ഭാഗത്തേക്ക് സുവിശേഷവുമായി പോകുവാൻ വേണ്ടിയുള്ളൊരു ആഹ്വാനം യേശു കൊടുക്കുമ്പോഴും അവിടെ ഈ വാക്ക് ഉപയോഗിക്കുന്നു. അതിനാൽ പോയി സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്ന് യേശു ഇവിടെ പറയുകയാണ്. നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. കൊലോസ്യർ 1:23. ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷക്കാരനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുമ്പിൽ നിൽക്കും. വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി നാം നിൽക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിലും നമുക്ക് നിൽക്കുവാൻ സാധിക്കും എന്നിവിടെ പറഞ്ഞിരിക്കുകയാണ്.
അന്ത്യകാലത്ത് പരിശുദ്ധാത്മാവ് അഭൂതപൂർവമായ ശക്തി പകരും. സുവിശേഷം അതിവേഗം ലോകത്തിൻ്റെ അറ്റങ്ങളിലേക്ക് വ്യാപിക്കും. ആയിരങ്ങൾ ഓരോ ദിവസവും മാനസാന്തരപ്പെടുകയും ദൈവകൃപയും സത്യവും ഈ മുഴുവൻ ഗ്രഹത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യും. അങ്ങനെ ലോകത്തിന് മുന്നറിയിപ്പ് നൽകപ്പെടും. സുവിശേഷവും അത് നൽകുന്ന പ്രത്യാശയും ലോകമെമ്പാടും വ്യാപിക്കുകയും ചെയ്യും. അങ്ങനെ പെട്ടെന്ന് തന്നെ ഈ പിന്മഴയുടെ സമയത്ത് പെട്ടെന്ന് തന്നെ പരിശുദ്ധാത്മാവ് എല്ലായിടത്തും പകരുകയും മുക്കിലും മൂലയിലും എല്ലായിടത്തും ഒരു നിമിഷം കൊണ്ട് തന്നെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എപ്രകാരം ആ മൃഗത്തിൻ്റെ മുദ്ര എല്ലാവരിലും വ്യാപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അതുപോലെ ദൈവത്തിനും സാധിക്കും ഈ സുവിശേഷം എല്ലായിടത്തും ഒരു നിമിഷം കൊണ്ട് വ്യാപിപ്പിക്കാൻ. അതാണ് പിന്മഴയുടെ അനുഭവം. ഇങ്ങനെ വ്യാപിപ്പിക്കുന്ന സമയത്ത് ഒരു ആർപ്പുവിളി ഉണ്ടാകും. അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും ഈ സുവിശേഷം അറിഞ്ഞ് ആ ഒരു സത്യം അറിഞ്ഞതിൻ്റെ ആ ഒരു സമയത്താണ് ആർപ്പുവിളി ഉണ്ടാകുന്നത്. ദേവദാസന്മാർ മുഖശോഭയോടെ സ്വർഗത്തിലെ സന്ദേശങ്ങൾ വിളംബരം ചെയ്യാൻ വളരെ വേഗത്തിൽ ഓരോ സ്ഥലത്തും എത്തും. ഭൂമി മുഴുവൻ ആയിരങ്ങളുടെ ശബ്ദത്താൽ മുന്നറിയിപ്പ് നൽകപ്പെടും. അത്ഭുതങ്ങൾ നടക്കും. രോഗികൾ സൗഖ്യം പ്രാപിക്കും. അത്ഭുതങ്ങളും അടയാളങ്ങളും വിശ്വാസികൾ ചെയ്യും. അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം വിശ്വാസികൾ, അതാണ് ശരിയായിട്ടുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും. രോഗസൗഖ്യം ലഭിക്കും. അപ്പോൾ ഈ ഒരു സമയത്താണ് ആർപ്പുവിളി ഉണ്ടാകുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവാഹത്തെയും പിന്നീടുള്ള പിന്മഴയെയും അത്യുച്ചത്തിലുള്ള നിലവിളിയും തടഞ്ഞു നിർത്തുന്നത് എന്താണ്? നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ്, നമ്മുടെ ആ ചിന്താമണ്ഡലത്തിൽ നമ്മൾ ശരിയായി, അത് മൃഗത്തിൻ്റെ മുദ്രയാണോ എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ ചിന്താഗതികൾ, സാത്താൻ്റെ ഓരോ കാര്യങ്ങളുമാണ് നമ്മുടെ മനസ്സിലെങ്കിൽ ഒരിക്കലും നമുക്ക് ആർപ്പുവിളിയിൽ നമ്മൾ പങ്കാളികളാകുവാൻ സാധിക്കുകയില്ല. ആ പ്രവാഹം ഉണ്ടാകുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മുദ്ര ഒരിക്കലും സാത്താൻ്റെ മുദ്ര നമ്മൾ ഏൽക്കാതെ ദൈവത്തിൻ്റെ മുദ്ര തന്നെ നമ്മളിൽ ഉണ്ടാവാൻ നാം പരിശ്രമിക്കേണ്ടതാണ്. അതിനുവേണ്ടി നാം ശ്രമിക്കേണ്ടതാണ്. വ്യക്തികളെന്ന നിലയിൽ നമ്മുടെ പങ്ക് എത്ര ചെറുതാണെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവാഹത്തെ തുറന്ന് സ്വീകരിക്കുന്നതിൽ നമുക്ക് എന്ത് പങ്ക് വഹിക്കുവാനാകും? തീർച്ചയായും ഇപ്പോഴും അനേകർക്കും അറിയാം, ശബദിൻ്റെ സത്യം എല്ലാവർക്കും അറിയാം. എന്നാൽ അവർ സഭയിൽ ചേരാതെ തന്നെ അവർ ആരാധിക്കുന്നുണ്ട്. പല ഇടങ്ങളിലായിട്ട് നമ്മുടെ ഒന്നും അറിവില്ലാതെ ആരാധിക്കുന്നുണ്ട്. അവരെല്ലാവരും ഈ പ്രവാഹത്തിൽ അവരെല്ലാവരും ഈ ആർപ്പുവിളിയിൽ പങ്കുചേരുകയും അങ്ങനെ സത്യം എല്ലായിടത്തും എത്തിച്ചേരുകയും ചെയ്യും. നമുക്ക് ഇനി വെള്ളിയാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. കൂടുതൽ ചിന്തയ്ക്ക് നാം നേരത്തെ പഠിച്ചു, രണ്ടാമത്തെ മൃഗം എന്നുള്ളത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. എന്നാൽ 1851 കാലഘട്ടത്തിലാണ് നമ്മൾ ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് രണ്ടാമത്തെ മൃഗം എന്ന് പഠിക്കുന്നത്. ആ സമയത്ത് പക്ഷെ ഒരിക്കലും ചിന്തിക്കാൻ സാധിച്ചിരുന്നില്ല ഇത് രണ്ടാമത്തെ മൃഗമായി വരുമെന്ന്. കാരണം ഇത് ഒരിക്കലും ആ സമയത്ത് ഒരു സൈനിക ശക്തിയായിരുന്നില്ല, ഒരു സാമ്പത്തിക ശക്തിയും ആയിരുന്നില്ല. എന്നാൽ 1880 നാം നോക്കുമ്പോൾ അതിന് 48 പഴക്കമുള്ള കപ്പലുകളായിരുന്നു അതിൻ്റെ സൈനിക ബലം. അപ്പോഴും ഇത് വലിയ സൈനിക ശക്തിയായിരുന്നില്ല. എന്നാൽ പിന്നീട് 1900 കഴിഞ്ഞ്, അതായത് 19-ാം നൂറ്റാണ്ടിലാണ് ഈ അമേരിക്ക ഒരു വലിയൊരു സാമ്പത്തിക ശക്തിയും ഒരു സൈനിക ശക്തിയുമായി വളരുന്നത്. അപ്പോൾ അതായത് ഒരു ശീതയുദ്ധം അവസാനിച്ച ശേഷമാണ് ഇത് വലിയൊരു ശക്തിയായി വരുന്നത്. അതുപോലെ തന്നെ നാം നോക്കുമ്പോൾ തെറ്റായ ശബദ് കൽപ്പന അനുസരിക്കാത്തവർ ശിക്ഷിക്കപ്പെടുക മാത്രമല്ല, അവസാനം അവർ മരണശിക്ഷയ്ക്ക് അർഹരായെന്ന് വിധിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ നാം നേരത്തെ പറഞ്ഞതുപോലെ വ്യാജ ശബദ്, അതായത് നാം പഠിച്ചു ശദ്രക് മേശക് അബേദ്നെഗോ പണ്ട് അവിടെ പ്രതിമയെ നമസ്കരിക്കണമെന്ന് പറഞ്ഞ ആ ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ഇന്നത്തെ കാലത്ത് അതേ പ്രതിമ എന്താണെന്ന് വെച്ചാൽ വ്യാജ ശബദാണ്. അതായത് ശരിക്കുള്ള ശബദ്
7-ാം ദിവസമായ ശനിയാഴ്ച ആയിരിക്കുമ്പോൾ ഇവർ 1-ാം ദിവസമായ ഞായറാഴ്ച ശബദായി ആചരിക്കണമെന്ന് നിർബന്ധം പിടിക്കുകയും അതിനായി നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ അതാണ് അവിടെ പ്രതിമയായി മാറുന്നത്, അതായത് മൃഗത്തിൻ്റെ മുദ്രയായി മാറുന്നത്. അപ്പോൾ ഈ ശബദിനെ 1-ാം ദിവസത്തിലേക്ക് മാറ്റുവാനും എല്ലാവരും നിർബന്ധപൂർവ്വം 1-ാം ദിവസത്തിൽ ആരാധിക്കുവാനും സഹായിക്കുന്ന രാജ്യമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അതിലേക്കാണ് ഈ സൈനിക ശക്തിയായി മാറിയതും സാമ്പത്തിക ശക്തിയായി മാറിയ 2-ാം മൃഗം ശ്രമിക്കുന്നത്. നോക്കുമ്പോൾ അതിൻ്റെ കഠിനമായ പീഡനങ്ങൾ വരുമ്പോൾ പലതരത്തിലുള്ള പീഡനങ്ങൾ വരും. നമ്മൾ നേരത്തെ പഠിച്ചു, ഭീഷണി വരും, പലതരത്തിലുള്ള വഞ്ചനയിലൂടെ നമ്മളെ കടത്തിവിടും, അതുപോലെ തന്നെ ചിലപ്പോൾ കൊല്ലപ്പെട്ടേക്കാം, മരണഭീതി ഉണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള പീഡനങ്ങൾ വരുമ്പോൾ ഇന്ന് നാം അഡ്വൻറ്റിസ്റ്റുകാരായിട്ടിരിക്കുന്നു. ഇന്ന് അഡ്വൻറ്റിസ്റ്റുകാരായിരിക്കുന്ന അനേകർ നമ്മുടെ കൺമുൻപിൽ മറുവശം പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അവർക്ക് ആ പീഡനം ഒരിക്കലും താങ്ങുവാൻ സാധിക്കുകയില്ല. എന്നാൽ ഇവിടെ നിന്ന് ഒരു ഒഴുക്ക് അങ്ങോട്ടും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അതിനും ഇരട്ടിയായി പല സ്ഥലങ്ങളിൽ നിന്നും ഒഴുക്ക് നമ്മുടെ സഭയിലേക്കും വരും. അത് എലൻ ജി വൈറ്റ് പ്രവചിച്ചിരിക്കുകയാണ്. കാരണം നമ്മൾ ഇവിടുന്ന് പോകും. കാരണം വലിയ പീഡനമൊന്നും സഹിക്കാത്ത ആൾക്കാരാണ്. അവർ പീഡനം വരുമ്പോൾ അവർ മറുകണ്ഠം ചാടും. എന്നാൽ മറ്റവർ വളരെ നാളുകൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അവർ വെളിപ്പെടുത്തുന്നില്ല, അവർ സഭയിൽ വരുന്നില്ല. അവർ സ്വന്തമായി പഠിച്ച് ഈ 7-ാം ദിനമാണ് ശബദെന്ന് ആരാധിക്കുന്നവരായിരുന്നു. അവരുടെ ഒരു ഒഴുക്ക് പള്ളിയിലേക്ക് വീണ്ടും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നാം നോക്കുമ്പോൾ ശക്തിയും കഴിവും മറ്റുള്ളവരെ തെറ്റിലേക്ക് വീഴിക്കാൻ ഉപകരിക്കും എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവരായിരിക്കും നേരത്തെ ഉണ്ടായിരുന്ന ആത്മീയ സഹോദരങ്ങളുടെ വലിയ ശത്രുക്കളായിട്ട് മാറുകയും ചെയ്യും. അതായത് ഈ നമ്മുടെ സഭയിൽ നിന്ന് പുറത്തേക്ക് പോയവരായിരിക്കും വലിയ ശക്തരായിട്ട് എതിർത്ത് നിൽക്കുന്നവർ. അതായത് ഈ സത്യസഭയോട് എതിർത്ത് നിൽക്കുവാനും ഇവർക്ക് ശക്തി ലഭിക്കും. അതായത് ഈ സത്യസഭയിലായിരുന്നു ഇവിടെ നിന്ന് പോയവരാണ് വീണ്ടും ഈ സഭയ്ക്കെതിരായി തന്നെ വലിയ ശക്തിയായി നിലകൊള്ളുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ കൂട്ടത്തിൽ പെട്ടുപോകാതെ സത്യസഭയിൽ തന്നെ എന്നും നിലനിൽക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ചർച്ചയ്ക്കുള്ള ചോദ്യങ്ങൾ കൊടുത്തിരിക്കുന്നു. വരാനിരിക്കുന്ന പ്രതിസന്ധിയിൽ അന്ത്യകാലത്തെ സംഭവങ്ങളെക്കുറിച്ചുള്ള അറിവ് വളരെ പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട്? തിരുവെഴുത്തുകൾ വഞ്ചനയിൽ നിന്ന് എങ്ങനെ ഒരു സംരക്ഷണമാകുന്നു? അന്ത്യകാലത്തെ സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനം തന്നെയാണ്. അതുപോലെ തന്നെ ഈ തിരുവെഴുത്തുകൾ വളരെ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ സാത്താൻ്റെ വഞ്ചനയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ തിരിച്ചറിയുവാനും സാധിക്കും. നമ്മൾ തുടക്കത്തിൽ ഉപമ പറഞ്ഞതുപോലെ എപ്പോഴാണ് കൊടുങ്കാറ്റ് വരുന്നതെന്നും ആ കൊടുങ്കാറ്റ് വരുമ്പോൾ മാറി നമുക്ക് ഏത് വഴിയിൽ കൂടെ പോയി നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാമെന്നും ഈ പ്രവചനം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ലോകമെമ്പാടുമുള്ള ജനാധിപത്യ സമൂഹങ്ങളിൽ നൂറ്റാണ്ടുകളായി മതസ്വാതന്ത്ര്യത്തിൻ്റെ കോട്ടകളാണ്. അതെങ്ങനെ വേഗത്തിൽ മാറും? ജനാധിപത്യമുള്ള രാജ്യങ്ങൾ പലതുണ്ട്. അതിലൊന്ന് ഇന്ത്യയാണ്. ഇന്ത്യയിൽ തന്നെ നമുക്കിപ്പോൾ മതസ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയാം. എന്നാൽ ചില സ്ഥലങ്ങളിൽ മതസ്വാതന്ത്ര്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ കേരളത്തിൽ ഇപ്പോൾ മതസ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് ഏത് മതവും ആചരിക്കാം, ഏത് ദിവസം വേണമെങ്കിലും ആരാധിക്കാം, അതിനൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഈ മതസ്വാതന്ത്ര്യമുള്ള ജനാധിപത്യ രാജ്യങ്ങൾ തന്നെ വളരെ പെട്ടെന്ന് അതല്ലാതായി തീരുവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ മതസ്വാതന്ത്ര്യമുള്ള സമയത്ത് തന്നെ മറ്റുള്ളവരെ നമ്മൾ അറിയിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു സമയം വരുമെന്ന് കണ്ടുകൊണ്ട് വചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഓരോരുത്തരും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ എലൻ ജി വൈറ്റിൻ്റെ മുകളിൽ ഉരുവിട്ട പ്രസ്താവന നോക്കുക. നാളെ നിങ്ങൾ അഡ്വൻറ്റിസ്റ്റുകളെന്ന് അവകാശപ്പെടുന്നവരുമായി ചേരുന്നതിന് കാരണമായിരിക്കുന്ന ഭാവിയിൽ അഡ്വൻറ്റിസ്റ്റുകാരനവരായവരുന്നോട്. അതായത് നാം ഭാവിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇനിയും
അനേകം പേർ നമ്മുടെ സഭയിലേക്ക് ചേരും. അപ്പോൾ അങ്ങനെയുള്ളവർ ചേരുമ്പോൾ മറ്റുള്ളവർ നമ്മുടെ സഭയിലേക്ക് വരും, നമ്മളെ എതിർത്ത് നിൽക്കുന്നവരാണോ അതോ അവരെ സ്വീകരിക്കുന്നവരാണോ, ഏത് ഗണത്തിൽ നമ്മൾ പെടും എന്ന് ഒരു നിമിഷം ചിന്തിക്കുക. അത്യുച്ചത്തിലുള്ള നിലവിളിക്ക് കീഴിൽ രണ്ടാമത്തെ ദൂതൻ്റെ സന്ദേശം മാറുന്നത് എങ്ങനെ? ഭൂമിയിലെ ദൈവത്തിൻ്റെ വേല പൂർത്തീകരിക്കുന്നതിന്, പിന്മഴ ലഭിക്കുന്നതിന് നമുക്ക് വ്യക്തിപരമായി എന്ത് തയ്യാറെടുപ്പുകൾ നടക്കുവാനാവും? കാരണം അത്യുച്ചത്തിലുള്ള നിലവിളിക്ക് കീഴിൽ എന്ന് പറഞ്ഞാൽ ആർപ്പ് വിളി വരുന്ന സമയത്ത് രണ്ടാമത്തെ മൃഗം വളരെ ശക്തമായി പ്രവർത്തിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ ദൂതൻ്റെ സന്ദേശം അത് നമ്മളൊക്കറിയാം, അവരെ വിട്ട് പോരുവിൻ. ബാബിലോണിനെ വിട്ട് പോരുന്ന ഒരു സാഹചര്യം നമുക്ക് ആവശ്യമായിരിക്കുന്നു. അതുകൊണ്ട് പിന്മഴ എത്രയും പെട്ടെന്ന് വന്ന് അവസാനം വരുന്നതിന് മുമ്പായിട്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് യേശുവിൻ്റെ വിശ്വാസം കാത്തുകൊണ്ടുകൊണ്ട് നാം ആയിരിക്കണം. അതുപോലെ തന്നെ പിന്മഴ ലഭിക്കുന്നതിന് നമുക്ക് വ്യക്തിപരമായി നമുക്ക് തയ്യാറെടുക്കാം. പിന്മഴ പ്രാപിക്കുന്നതിന് ആത്മാവിൻ്റെ വർഷം പെട്ടെന്ന് തന്നെ ഉണ്ടായി ഭൂമിയിലെങ്ങും പരക്കെ ഒരു മുക്കിലും മൂലയിലും എല്ലാം പടർന്ന് ഒരു വെള്ളം എങ്ങനെയാണ് കടലിൽ പരന്ന് കിടക്കുന്നത് അതുപോലെ പരക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പാഠത്തിൽ നമുക്ക് അനേകം കാര്യങ്ങൾ പഠിക്കുവാൻ സാധിച്ചു. ഭൂമിയിലെ അവസാന സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. എൻ്റെ മനപ്പാഠവാക്യം സദൃശവാക്യങ്ങൾ 23:23, നീ സത്യം വിൽക്കുകയല്ല വാങ്ങുകയത്രേ വേണ്ടുന്നത്. ജ്ഞാനവും പ്രബോധനവും വിവേകവും അങ്ങനെ തന്നെ. അപ്പോൾ സത്യം നാം വിൽക്കാനല്ല വാങ്ങാനാണ് ശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെ ജ്ഞാനവും പ്രബോധനവും വിവേകവും ഇതെല്ലാം അവസാന നാളിൽ നാം പരിശീലിക്കേണ്ട കാര്യങ്ങളാണ്. അതിനത് നമ്മൾ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളത് വാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, ഈ ദിവസത്തിൻ്റെ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അടിയങ്ങൾക്ക് ഈ പാഠം വിശദമായി പഠിക്കുവാൻ സാധിച്ചു. അതിനായി അവിടെ ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അനേകർ ഈ അവസാന നാളുകളിൽ ഒരുങ്ങാതെ മൃഗത്തിൻ്റെ മുദ്ര ഏൽക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പലതരത്തിലുള്ള വഞ്ചനയിലൂടെയും ഭീഷണിയിലൂടെയും നാം ചിലപ്പോൾ അതിലേക്ക് വശമതരായി തീരുന്നുണ്ട്. കർത്താവേ, എന്നാൽ ഒരിക്കലും ആ മൃഗത്തിൻ്റെ മുദ്ര ഏൽക്കാതെ ദൈവത്തിൻ്റെ മുദ്ര ഏൽക്കുവാൻ അവിടെ ഇടയാക്കണമേ എന്ന് യാചിക്കുന്നു. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും മാറ്റി കർത്താവെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകണമേ എന്ന് യാചിക്കുന്നു. അതിനായി അവിടുത്തെ പ്രവചനങ്ങൾ തന്നിരിക്കയാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ അന്ത്യനാളിൽ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് ഞങ്ങൾക്ക് ലഭിക്കുവാനും കർത്താവ് അതുവഴി ആത്മാവ് എല്ലായിടവും പരന്ന് ഓരോ മുക്കിലും മൂലയിലും പോയി കർത്താവെ എല്ലാത്തിലും വചനമെത്തുവാനും അങ്ങനെ ആർപ്പ് വിളിയിൽ ഞങ്ങളും പങ്കെടുക്കുവാനും അവിടെ ഇടയാക്കണമേ. ചോദിച്ചാൽ വരുന്ന നന്മകളെ കൊണ്ട് നിറയ്ക്കണം. രക്ഷ എന്നതും പ്രാർത്ഥനയ്ക്കുള്ള മാറാണ് സ്വർഗസ്ഥ പിതാവേ. ആമേൻ.